വരാൻ പറഞ്ഞത്? എന്താ കാര്യം? അതിപ്പോ എന്തായാലും അറിയാലോ, നീ വാ. ടെൻഷൻ ആവുന്നുണ്ട്. നിങ്ങൾ കാര്യം എന്താണെന്ന് പറ. എന്റെ പൊന്നെ, എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? ഒരു പ്രശ്നവുമില്ല. നിശ്ചയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാ മേമ. കാം ഡൗൺ സീത, ഞാനില്ലേ നിന്റെ കൂടെ. എന്നാലും എനിക്ക് ഈ വീട്ടിലേക്ക് വരുമ്പോ വല്ലാത്ത പോലെയാണ് റാം. സന്തോഷമില്ലെന്നല്ല, നിങ്ങളൊക്കെ വലിയ ആൾക്കാരാ. എനിക്ക് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ അത്ര പരിചയമില്ലല്ലോ. ഞാൻ ഈ പറയുന്നൊന്നും തെറ്റായിട്ട് എടുക്കരുത്. ഓ ഗോഡ്, ഞാൻ ഇവിടെ നിന്നെ കാണാനൊരു അവസരം കിട്ടിയെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുമ്പോ നീ വെറുതെ ടെൻഷൻ അടിക്കുക. അല്ല, ഞാൻ കൂടെ ഉള്ളപ്പോ നിനക്ക് സന്തോഷം തോന്നാറില്ല? ഇതെന്താ, നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രമേ എപ്പോഴും സന്തോഷം ഉണ്ടാവും? എനിക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയാ. പക്ഷെ ഞാനതങ്ങനെ പറയുന്നില്ലെന്നേ ഉള്ളൂ. അത് എക്സ്പ്രസ് ചെയ്യണം സീത. നീ എപ്പോഴാണോ അത് ഒരുപാട് എക്സ്പ്രസ് ചെയ്യുന്നത്, അപ്പൊ നമ്മുടെ സ്നേഹവും ഇതുപോലെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണോ? അങ്ങനെ ചിരിക്കരുത് കേട്ടോ, ഞാനങ്ങ് അലിഞ്ഞു പോവും. മതി മതി, പറഞ്ഞു ഓവറാക്കണ്ട. ഇപ്പൊ ടെൻഷൻ ഫ്രീ ആയില്ലേ? അതാണ് മാജിക്. ആവാ. രാം സാറേ, അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞ എന്താ കാര്യം? ജോലി എന്തെങ്കിലും കിട്ടിയോ? അഞ്ജുവിനെ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജോലി എന്തായാലും കിട്ടും. അഞ്ജു, നീ എൻ്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷം എനിക്ക് നല്ലതേ നടന്നിട്ടുള്ളൂ. നീ ഒരു ഭാഗ്യദേവതയാ. എപ്പോഴും നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരുപാട് സന്തോഷം കിട്ടും. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി എപ്പോഴും ഒരുമിച്ചുണ്ടാകുന്നൊരു തീരുമാനം നമ്മൾ എടുത്തില്ല രാം സാറേ. അതെ അഞ്ജു, എനിക്ക് നീയും നിനക്ക് ഞാനും, നമുക്ക് രണ്ടുപേർക്കും ഒരു കുഞ്ഞു വീടും. നമ്മുടെ സ്നേഹത്തെ സാക്ഷി നിർത്തി ഒന്നോ രണ്ടോ കുഞ്ഞ് ജനിച്ച അതാ നമ്മുടെ ഗോകുലം, അല്ലേ? അഞ്ജു, എന്തു പറ്റി? ഇതൊക്കെ ഒരുപാട് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ രാം സാറേ. ആദ്യം നമ്മുടെ വീട്ടിലെ നമ്മുടെ കാര്യങ്ങൾ പറയണം, അവര് സമ്മതിക്കണം. എന്താ ഒരു സംശയമുള്ള പോലെ സംസാരിക്കുന്നേ? വീട്ടുകാർ സമ്മതിക്കില്ല എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല, ഇനി അങ്ങോട്ട് എന്താകൂ എന്നൊരു പേടിയുണ്ടാവില്ലേ? പക്ഷെ അഞ്ജു, എന്തൊക്കെ സംഭവിച്ചാലും നീ എന്നെ ഒരിക്കലും ഉപേക്ഷിച്ച് പോരുത്. ഞാൻ ഒറ്റയ്ക്കായി പോവും അഞ്ജു. സത്യമായിട്ടും ഇന്ന് തന്നെ കണ്ടുകൊണ്ട് എത്ര സമാധാനമായിട്ടിരിക്കുന്നു. തനിക്കൊപ്പം ജീവിക്കണമെങ്കിൽ ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെടണോ? പറ. ഒരുപക്ഷെ ഞാൻ നിന്റെ ഭർത്താവും നീ എൻ്റെ ഭാര്യയുമായിരുന്നെങ്കിൽ ഞാൻ വിളിച്ചില്ലെങ്കിലും എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നീ ഇങ്ങോട്ട് വരില്ലായിരുന്നു. അഞ്ജു, എനിക്കെന്താ തോന്നുന്നതെന്നറിയോ? എന്താ? നമ്മുടെ സമാധാനത്തിനാണെങ്കിലും നീ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിനാണെങ്കിലും നമുക്കിപ്പോൾ തന്നെ കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നുണ്ട്. മാഡം, നിങ്ങൾ ചോദിച്ചില്ലേ, എല്ലാ വെറൈറ്റി ആന്റിക് പീസസും ഉണ്ട്, നോക്കിക്കോ. ഇവിടുത്തെ മോനും മരുമോളും വരുന്നുണ്ട്, അവര് സെലക്ട് ചെയ്തോളും. അവരിങ്ങ എത്തിയിട്ടുണ്ടാവും. വാവ് ചേച്ചി, എന്തോരം ഓപ്ഷൻസ് ഉള്ളത്. കപ്പിൾസിന് വേറെ സ്പെഷ്യൽ ഡിസൈൻസ് ഒക്കെ കയ്യിലില്ലേ? ഇപ്പൊ അതാ ട്രെൻഡ്. കപ്പിൾസിന് വേണ്ട എല്ലാ വെറൈറ്റീസും ഉണ്ട് മോളെ, നോക്ക്. ചേച്ചി, ഇത് നല്ല ഭംഗിയുണ്ടല്ലേ? സാധന, നല്ല ഭംഗിയുണ്ട്. നീ ഇതവിടെ വെക്ക. ഭംഗിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞത് സെലക്ട് ചെയ്യേണ്ടത് അപ്പവും സീതയുമാണ്, ഞാനും നീയുമല്ല. ശരി ചേച്ചി. ഹായ് മേമ. ഹായ് സീത. ഹായ് മേമ. വാ വാ ഇരിക്കെ. ഇവളാ ഇവിടുത്തെ മരുമകള്, പേര് സീത. റാം 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 റാം. ആ സാധന,
സീതയ്ക്ക് കുടിക്കാൻ ആ സ്പെഷ്യൽ ജ്യൂസ് ഉണ്ടാക്കിയിരുന്നില്ലേ? ഇപ്പൊ കൊണ്ടുവരാം. ആ സീത, മോതിരമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ നിനക്ക് ഇഷ്ടമുള്ളത് ഒരെണ്ണം സെലക്ട് ചെയ്തോളൂ. മേമ, ഇതും ഡയമണ്ടാ? ഓഫ് കോഴ്സ്, ഇതിലുള്ളതെല്ലാം ഡയമണ്ട്സ് ആണ്. എന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നേ? എൻഗേജ്മെന്റിന് ഡയമണ്ട് റിംഗ് തന്നെയല്ലേ ധരിക്കാറ്? നോക്ക്, നിനക്ക് ഇഷ്ടമുള്ളത് തന്നെ സെലക്ട് ചെയ്തോളൂ. എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല മേമ. നിങ്ങൾ തന്നെ ഒരെണ്ണം സെലക്ട് ചെയ്താൽ മതി. കമോൺ സീത, ജീവിതകാലം മുഴുവൻ ഇത് ധരിക്കേണ്ടത് നീയാണ്, അല്ലാതെ ഞാനല്ല. ആ അപ്പു, നീ സാരിയൊക്കെ അത്ര നന്നായിട്ട് സെലക്ട് ചെയ്തില്ലേ? അവൾക്കുള്ള റിങ്ങും അപ്പൊ നീ സെലക്ട് ചെയ്യ. ശരി, ഈ മോതിരം നോക്ക്, നല്ല ഭംഗിയില്ലേ? പക്ഷെ ഇതിന്റെ കുഴപ്പം ഡെയിലി വെയർ ആയിട്ട് പറ്റില്ല. ഈ റിങ് നോക്ക്, ഇത് നല്ല ഭംഗിയില്ലേ? അപ്പോ നീ ഒന്ന് പറ, നിന്റെ ചോയ്സ് എപ്പോഴും നല്ലതായിരിക്കാറുണ്ടല്ലോ. ഓഫ് കോഴ്സ് മേമ, മൈ ചോയ്സ് ഈസ് ഓൾവേസ് ബെസ്റ്റ്, ലൈക്ക് സീത. അയ്യോ സീത, ഇത്ര ആഭരണം കണ്ടപ്പോഴേക്ക് ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? പാവമുണ്ട്. ആ കുടിലിന്ന് കൊട്ടാരത്തിലേക്ക് വരുമ്പോ നിന്റെ ജീവന് വേണ്ടി നീ യാചിക്കും. അതിനു വേണ്ടത് ഞാൻ ചെയ്തു. എന്താ നിങ്ങൾ പറയുന്നേ? അതൊന്നും നടക്കില്ല. എനിക്കെന്റെ ചേട്ടനോട് നമ്മുടെ കാര്യം പറയണം. ഏട്ടൻ സമ്മതിക്കണം. ശ്രീരാമേട്ടനെ സമ്മതിക്കണം. മുത്തശ്ശന്റെ അനുഗ്രഹം വേണം. എനിക്കെന്ന് പറയാൻ ആരൊക്കെയുണ്ടോ അവരുടെ മുന്നിൽ വെച്ച് വേണം നിങ്ങൾ എന്നെ താലികെട്ടെ. അതല്ല അഞ്ജു ഞാൻ പറയുന്നത്. ലഞ്ച് ബ്രേക്കിന്റെ ഇടയിലെ വന്നത്. എനിക്ക് ഓൾറെഡി ലേറ്റ് ആവുന്നുണ്ട്. നമുക്ക് പിന്നെ കാണാം. അഞ്ജു, അഞ്ജു, നിന്റെ രണ്ട് ചേട്ടന്മാർക്ക് നീ ഒബീഡിയന്റ് പെങ്ങളാണല്ലേ? കല്യാണമെന്ന് പറഞ്ഞപ്പോ എന്നെ വിട്ട് പോകുകയാണല്ലേ? ഡേ നോക്കിക്കോ, നീ നിന്നെ ഞാൻ എങ്ങനെ സ്വന്തമാക്കി എന്റെ ഭാര്യയാക്കി മാറ്റുമെന്ന്. ഇത് അത്യാവശ്യം സിമ്പിളാണ്, നല്ല ഭംഗിയില്ല കാണാൻ. താങ്ക്സ് മേമ. താങ്ക് യു മേമ. ഇതൊക്കെ ഒരുപാട് കോസ്റ്റ്ലി അല്ലേ? എനിക്കൊരു സിമ്പിൾ ഗോൾഡൻ റിംഗ് മതി. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അത് ഞാൻ തന്നെ ചെയ്യിച്ചോളാം. അയ്യോ, സ്വർണം കൊണ്ടോ? ഇത്രയധികം ഡയമണ്ടിന്റെ ഡിസൈൻ ഉള്ളപ്പോ സ്വർണം കൊണ്ട് ചെയ്യുന്നത് എന്തിനാ സീത? ചേച്ചിയുടെ കയ്യിലുള്ളതും ഡയമണ്ടാ, എന്റെ കയ്യിലുള്ളതും ഡയമണ്ടാ. നീ ഇനി വേണ്ടെന്ന് പറഞ്ഞാലും ചേച്ചി അച്ഛനും ഒന്നും ഇത് സമ്മതിക്കാൻ പോകുന്നില്ല. ദേശായി കുടുംബത്തിലെ മരുമകളാവാൻ പോവാ. ചെറിയ കാര്യമാണോ? വേണമെങ്കിൽ നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ സെലക്ട് ചെയ്യാൻ. ശരി മേമ, നിങ്ങൾ ഏത് സെലക്ട് ചെയ്താലും അത് മതി എനിക്ക്. മേമ, ഒരു ചെറിയ റിംഗ് മതി. എനിക്ക് ജ്വല്ലറി ഒന്നും അത്ര ഇഷ്ടമല്ല. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ സീത? ഇത്രയധികം ആഭരണങ്ങൾ നീ ആദ്യമായിട്ട് കാണുവാണല്ലേ? ചിലപ്പോ അതിന്റെ ടെൻഷൻ ആയിരിക്കും നിനക്ക്. വാണി ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ വജ്ര വൈഡൂര്യങ്ങൾ കൊണ്ട് കുളിപ്പിച്ചേനെ. അവൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ ഞാനും ചെയ്യണ്ടേ മോളെ? അപ്പോ അതും പിടിച്ച് നീ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ എങ്ങനെയാ? അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്. ഓഫ് കോഴ്സ് മേമ, സീതയ്ക്കുള്ള റിംഗ് എന്തായാലും ഞാൻ സെലക്ട് ചെയ്യാം. ഡോണ്ട് വറി. ഓക്കെ സീത, നോക്കിയേ, സിമ്പിൾ ആൻഡ് ഡെലിഗേറ്റ്. കൊള്ളാല്ലേ ഇത്? മേമ,
വാവ്, ബ്യൂട്ടിഫുൾ അപ്പു. നോക്ക് സീത, കള്ളല്ലേ? എന്റെ അമ്മോ, ഇപ്പൊ സമാധാനായി. എല്ലാ ഒരുക്കങ്ങളൊന്ന് ഫൈനലൈസ് ആയി വന്നതാ. ഈ റിങ് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. സെർജി, ഇതാ ഫൈനൽ റിങ്. अच्छा अच्छा हाँ बहुत अच्छा है बहुत अच्छा. റാം, ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. താങ്ക്സ് മേമ. സീത, നിനക്ക് ഇഷ്ടായോ? നിങ്ങൾ എന്ത് സെലക്ട് ചെയ്താലും അത് നല്ലതായിരിക്കും റാം. മുത്തശ്ശിക്ക് ഇപ്പൊ 4 വീണ് കഴിഞ്ഞാ മുത്തശ്ശി നേരെ പാമ്പിന്റെ വായിലേക്ക് പോവും. ഒന്ന് പോടാ, എനിക്ക് 6 വീഴുക. അപ്പോ ഏണി കയറിയിട്ട് ഞാൻ എങ്ങോട്ട് പോകുമെന്ന് നോക്കിക്കോ. കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ 6 വീണത്. ഏണി കയറി പോകുന്ന പോക്ക് കണ്ടോ? എന്താ മുത്തശ്ശിയും കൊച്ചുമോളും നല്ല കളിയിലാണെന്ന് തോന്നല്ലോ. ശാന്ത, നീ പറഞ്ഞ കടയിൽ നിന്ന് നീ പറഞ്ഞ കളറില് നമ്മുടെ കുട്ടികളുടെ ഫ്രോക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ. മോളെ, എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ ഇതിന്. എത്ര രസമായിരിക്കും. പുതിയ ഫ്രോക്കോ? എനിക്കാണോ മുത്തശ്ശ? മുത്തശ്ശ, എനിക്ക് ബർത്ത്ഡേ ഒന്നുമില്ലല്ലോ. ഓ, നിങ്ങൾ മറന്നു കൊണ്ടുവന്നതാണോ? മോളെ, ബർത്ത്ഡേ ഉള്ളപ്പോ മാത്രാണോ ഫ്രോക്ക് തരാൻ പറ്റുള്ളൂ? മോളുടെ അമ്മയുടെ എൻഗേജ്മെന്റ് വരികയല്ലേ, അതിനു വേണ്ടി മുത്തശ്ശൻ വാങ്ങിയതല്ലേ. വാവ്, എന്ത് ഭംഗിയുള്ള ഫ്രോക്കാ. താങ്ക് യു സോ മച്ച് മുത്തശ്ശ. മോക്ക് എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞാ മോക്കടെ മുത്തശ്ശന് മറിവിടെ പ്രശ്നേ ഇല്ല. എന്താണോ പറഞ്ഞത് അത് കറക്റ്റ് ആയിട്ട് കൊണ്ടുവരും. അങ്ങനെ വേണ്ടേ? ഇതെന്റെ ഫേവറേറ്റ് കളറാ മുത്തശ്ശ. എല്ലാരും നല്ല സന്തോഷത്തിലാണല്ലോ. പുതിയ ഫ്രോക്കാണോ നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തതാ? സീതയുടെ എൻഗേജ്മെന്റിന് വേണ്ടി കൊണ്ടുവന്നു. അയ്യോ, അതിന് ഇതൊക്കെ വാങ്ങിയത് എന്തിനാ? ഒക്കെ വേസ്റ്റാന്നേ. അവർക്ക് അവരുടേതായ സ്റ്റൈലിസ്റ്റും ഡിസൈനേഴ്സും ഒക്കെ ഉണ്ടാവും. ഒരേപോലുള്ള കളറും ഒരേപോലുള്ള ഡിസൈനും ഒക്കെ ഉണ്ടാവും. സീതേ സിഹിയും പോട്ടെ, വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്റെ അളവ് വരെ എടുത്തു. അവരെന്തോ കളർ തീം എന്നൊക്കെയാ പറഞ്ഞിരുന്നെ. ഈ വാങ്ങിയത് ആ കളറാണോ? ആണോ? അങ്ങനെ പറഞ്ഞ എന്താ? ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. സിഹിക്ക് ഒരു ഫ്രോക്ക് വാങ്ങി കൊണ്ടുവരാൻ പറഞ്ഞു, അത് വാങ്ങി കൊണ്ടുവന്നു. റാമിന്റെ വീട്ടിലുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ? വലിയ ആൾക്കാരുടെ ബന്ധുക്കളാവാൻ പോകുമ്പോ ഇതൊക്കെ മനസ്സിലാക്കണ്ടേ മുത്തശ്ശി? ഇപ്പൊ കണ്ടോ, ഇത് വെറുതെ വേസ്റ്റ് ആയില്ലേ? മുത്തശ്ശ, നിങ്ങൾ വെറുതെ വിഷമിക്കണ്ട. ഞാൻ ഈ ഫ്രോക്കാ ധരിക്കാൻ പോകുന്നേ. ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അവിടെ നീ പറയുന്ന പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അവര് പറയുന്നതൊക്കെ നീ കേൾക്കേണ്ടി വരും. നിന്റെ ഈ കയ്യിലിരിപ്പൊന്നും അവിടെ നടക്കില്ല. നീ അത് വിട് സുലോചന. അവര് പറയുന്ന ഡ്രസ്സ് സിഹി ധരിച്ചാ മതി. മുത്തശ്ശി, ഞാൻ ഈ പ്രെട്ടി ഫ്രോക്കേ ധരിക്കൂ. എനിക്കിത് ഒരുപാട് ഒരുപാട് ഇഷ്ടായി. വേണമെങ്കിൽ ഞാനിത് ഇപ്പൊ തന്നെ ഇട്ട് കാണിച്ചു തരാം. ഏയ് സിഹി, അതൊന്നും നീ ഇട്ട് ശീലിക്കല്ലേ. അതൊന്നും ഇനി നിനക്ക് ഇടാൻ പറ്റില്ല. ശാന്തേ, ഇതൊന്നും നമ്മൾ അറിഞ്ഞതുപോലും ഇല്ലല്ലോ. ഇനി പഴയതുപോലെ ആവില്ല. അതെ ഏട്ടാ, നമ്മള് നേരത്തെ ആലോചിക്കണായിരുന്നു. എന്തു കൊടുക്കാനാണെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് മതിയായിരുന്നു. അല്ലാതെ കൊടുത്തെന്ന് വെച്ചാ ചിലപ്പോ ചെറുതായി പോയിന്ന് വരും. സീത, എന്തു പറ്റി? സംതിങ് ഈസ് ബോദറിങ് യു. കാര്യം എന്താന്ന് പറ സീത, പ്ലീസ്. എന്റെ ലൈഫും നിന്റെ ലൈഫും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് റാം. നീ എന്റെ ബോസാ, ഞാൻ നിന്റെ എംപ്ലോയിയും. അത് വെറും പൊസിഷനിൽ മാത്രമല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈലും ആ വ്യത്യാസമുണ്ട്. ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും, അത് സത്യമാണ്. ബട്ട് ഇൻ ലവ് വി ആർ ഈക്വൽ. റിലേഷൻഷിപ്പിലും വി ആർ ഈക്വൽ. ചിലപ്പോഴൊക്കെ ലൈഫിൽ നീ എന്റെ മുമ്പിൽ തോക്കും, ഞാൻ ജയിച്ചെന്ന് വരാം, വൈസ് വേഴ്സ. ബട്ട് അൾട്ടിമേറ്റ്ലി നമ്മൾ രണ്ടുപേരും ഒന്നല്ലേ? നമ്മുടെ ലൈഫിൽ എന്താണെങ്കിലും അത് ഈക്വലി ഷെയർഡ് ആണ്. ആം ഐ റൈറ്റ്? പക്ഷെ നിന്റെ വീട്, ആ ലൈഫ്, അവിടുത്തെ ലക്ഷറി,
ഇതെല്ലാമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. എന്റെ കാഴ്ചയില് അടിപൊളി ലൈഫ് എന്ന് പറഞ്ഞാ കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കുന്നതല്ല. ഒരു രൂപ പോലും കടമില്ലാതെ, ടെൻഷൻ ഇല്ലാതെ, ആരോഗ്യത്തോടെ, ഒരു പ്രശ്നമില്ലാണ്ട് ജീവിക്കുന്നതാ. അതാ ഞാൻ ഇഷ്ടപ്പെടുന്ന ലൈഫ്. നിന്റെ ഈ സിംപ്ലിസിറ്റിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായത് സീത. എനിക്കറിയാം നീ ഇപ്പോഴും ആ ഡയമണ്ട് റിങ്സിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുന്ന അല്ലേ? Come on സീത, it's just a small ring. അതെങ്ങനെയാ ഇത്ര സ്മോൾ റിംഗ് ആവുന്നത് റാം? നീ സെലക്ട് ചെയ്ത റിങ്ങിന് കുറഞ്ഞത് 3 ലക്ഷം രൂപയെങ്കിലും ആവില്ലേ? അതിനേക്കാൾ വില കുറഞ്ഞൊരു റിങ് നമുക്ക് സെലക്ട് ചെയ്തൂടെ? ചെലവ് കുറഞ്ഞു കിട്ടില്ലേ നമുക്ക്? ഐ അഗ്രി സീത. പക്ഷേ ഭാർഗവി മേമ ഒരുപാട് ആഗ്രഹിച്ച് നടത്തുന്ന കല്യാണമല്ലേ? അവര് ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഡയമണ്ട് റിങ്സ്, ജ്വല്ലറീസ് എല്ലാം കണ്ടു വളർന്നവരാ. ഞാൻ പുറത്തായിരുന്നപ്പോ എന്നെ കൊണ്ട് വേറെ കൺട്രീസിൽ നിന്ന് ഈ റൂബീസും എമറാൾസും ഒക്കെ കൊണ്ടുവരാൻ പറയുമായിരുന്നു. അതുകൊണ്ട് മേമ അത്ര ആഗ്രഹിച്ച് ചെയ്യുമ്പോൾ എന്തായാലും ഈ കല്യാണം സിമ്പിൾ ആവില്ല. ബട്ട് ഇഫ് യു ചൂസ് ടു ലീഡ് എ സിമ്പിൾ ലൈഫ്, അതിൽ എനിക്കൊരു പ്രശ്നവുമില്ല. ഇൻഫാക്ട് ഭാർഗവി മേമ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടുണ്ട്. മേമ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അവരെപ്പോഴും നിന്നെക്കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. മേമ ഇത്ര സന്തോഷത്തോടെ ഇതെല്ലാം ചെയ്യാൻ വേണ്ടി പറയുമ്പോ എങ്ങനെയാ വേണ്ടെന്ന് പറയാ? ഇറ്റ്സ് ഓക്കെ റാം, എനിക്കത് മനസ്സിലാവും. എനിക്ക് വേണ്ടി നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ നിൽക്കണ്ട. എനിക്കിതൊക്കെ വലിയ ഭാരമായിട്ടാ തോന്നുന്നത്. ഇറ്റ്സ് ഓക്കെ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എപ്പോഴും എന്തിനാ നീ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ഇത്തവണ ഞാനും അഡ്ജസ്റ്റ് ചെയ്യാം. എന്റെ അത്രയും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയോ? ഒരു 400 രൂപ ഉണ്ടെങ്കിൽ ഒരു ദിവസം ഞാൻ ജീവിക്കും. നിങ്ങൾക്കത് പറ്റുമോ? ഐ തിങ്ക് ഐ ക്യാൻ. റാം പ്ലീസ്, തമാശ കളിക്കല്ലേ നീ ഇങ്ങനെ? നിങ്ങളുടെ വീട്ടില് കോടിക്കണക്കിന് വിലയുള്ള കാറുകളുണ്ട്. അങ്ങനെയുള്ളപ്പോ 400 രൂപ മതിയാവോ നിനക്ക്? ആ സ്വപ്നം നീ മാറ്റി വെച്ചേക്ക്. അതിനിപ്പോ എന്താ, ഓട്ടോയിൽ പോയിക്കോളാം. എന്ത് ഓട്ടോയോ? റാം ആ സീത, നിന്നെ പോലെ ഒരു സിമ്പിൾ ലൈഫ് ലീഡ് ചെയ്യാൻ ഞാൻ എന്തായാലും ശ്രമിച്ചോളാം. നിന്റെ കൂടെ നിന്നോളാം. ആൻഡ് ഇറ്റ്സ് എ പ്രോമിസ്. നീ ഇപ്പോ എങ്ങനെയാണോ അതുപോലെ മതി. ആർക്കു വേണ്ടിയും ചേഞ്ച് ആവണ്ട. ഓക്കെ അല്ലേ? ഓക്കെ റാം, ബൈ. ബൈ. സീതാരാമ, ഓ സീതാരാമ. അമ്മേ, നല്ല ചൂടോടെ ഒരു കപ്പ് കോഫി എടുത്തു തരൂ. അല്ല പ്രിയ, അവൻ വൈകിട്ട് നേരത്തെ വന്നല്ലോ. നീ ഇതെന്താ ഇപ്പൊ കേറി വരുന്നേ? ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോ ഒരുമിച്ച് കേറി വരാൻ പാടില്ലേ? എന്താ അമ്മ അമ്മയുടെ പ്രശ്നം? കല്യാണം കഴിഞ്ഞിട്ട് എല്ലായിടത്തും ഇങ്ങനെ ഒറ്റയ്ക്ക് ഓടി നടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞു പോയതാ. രണ്ടാളും കൂടെ എവിടെയെങ്കിലും ഒന്ന് പോയി കറങ്ങിയിട്ട് വരാൻ പറഞ്ഞ രണ്ടാൾക്കും താല്പര്യമില്ല. രണ്ടുപേരും ഒരുമിച്ചല്ലേ ജോലി ചെയ്യുന്നേ, ഒരുമിച്ച് വരാൻ പറഞ്ഞ അതും പറ്റില്ലേ? നിന്റെ കളി കണ്ടു കഴിഞ്ഞാൽ നീ കല്യാണം കഴിഞ്ഞാണെന്ന് തോന്നിയില്ല. ഇപ്പൊ എന്താ എന്റെ കല്യാണം കഴിഞ്ഞെന്ന് നെറ്റിയിൽ എഴുതി ഒട്ടിക്കണോ? ഞാനിപ്പോ ഓഫീസിൽ നിന്ന് വന്നേല്ലേ ഉള്ളൂ, എന്തിനാ അപ്പോഴേക്കും എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നേ? ഞാൻ ഇവിടെ ഹാപ്പിയാണ്. അശോകും അവന്റെ ലൈഫിൽ ഹാപ്പിയാ. ഇനിയിപ്പോ അമ്മയ്ക്ക് എന്താ വേണ്ടേ? പക്ഷെ നിങ്ങൾ അത്രയ്ക്ക് ഹാപ്പിയാണെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല പ്രിയ. ഞങ്ങൾ രണ്ടുപേരും ഹാപ്പിയാണെന്നുള്ള കാര്യം എവിടെയും പോയി പ്രൂവ് ചെയ്യേണ്ട ഒരാവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങളിപ്പോ ഒരു അടിയോ വഴക്കോ ഒന്നുമില്ലാതെ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിലാ പോകുന്നത്. ഇൻഫാക്ട് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നാലും അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ സോൾവ് ചെയ്തോളാം. ഇങ്ങനെയൊക്കെ പോകുന്നതിൽ അമ്മയുടെ പ്രോബ്ലം എന്താ? നിന്റെ സന്തോഷമല്ലേ മോളെ എന്റെ സന്തോഷം. എന്നാലും എനിക്കൊരു സംശയം. എന്ത്? അവനെ നമ്മുടെ അടുത്ത് നിന്ന് എന്തോ മറച്ചു വെക്കുന്നുണ്ട്. നിനക്ക് അങ്ങനെയൊന്നും തോന്നിയില്ലേ? നോക്ക്, ഒറ്റയ്ക്ക് നടക്കൂ, എങ്ങോട്ടോ പോകുന്നു, എപ്പോഴെങ്കിലും വരുന്നു. എന്താ അവന്റെ കുഴപ്പം? അതാ എനിക്ക് സംശയം. അമ്മേ, രണ്ടാളോട് എനിക്കൊന്ന് സംസാരിക്കണം. എന്താ കാര്യം മോനെ? ഒരു പറയാം. പാവം, ആ സീതയുടെ മുഖം ഒന്ന് കാണായിരുന്നു. റിംഗ് ഒന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോ അവളാകെ ടെൻഷനായി പോയി. എന്താ ഭാർഗവ്?
ഈ റിങ് സെലക്ട് ചെയ്യുന്നത് ഈ പ്ലേയിങ് 11 സെലക്ട് ചെയ്യുന്ന പോലെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എന്റെ വിധിയാ. വന്ന് വന്ന് ഈ കാര്യം നിന്നോട് പറഞ്ഞല്ലോ. ഭാർഗു, നീ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിനക്ക് വ്യക്തമായിട്ട് പറഞ്ഞുകൂടെ? ആരും ആയിക്കോട്ടെ, വജ്രം വൈഡൂര്യം എന്നൊക്കെ പറയുമ്പോ വാ പൊളിച്ചിരിക്കില്ലേ? പക്ഷെ ഇവള് അവളുടെ മുമ്പിൽ ബോംബിട്ടതുപോലെ കളിച്ചത്. ഇന്നത്തെ കാലത്ത് പണം, വെള്ളി, കാശ് എന്നൊക്കെ പറയുമ്പോ ആർക്കാണെങ്കിലും ഒരു ആഗ്രഹമൊക്കെ കാണില്ലേ? ബട്ട് ഷീസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഷീസ് വെരി ഡിഫറെന്റ്, വിശ്വ. അല്ല ഭാർഗു, പാവ ആ പെൺകുട്ടിയുടെ സൽസ്വഭാവം നിനക്ക് കോമഡി ആയിട്ട് മാറിയല്ലേ? കോമഡി അല്ല, ഇതാണ് എന്റെ മാർഗം. വജ്രവും വൈഡൂരും ഒക്കെ കൊണ്ട് ഞാൻ അവളുടെ മുമ്പിൽ കൊണ്ടിടും. അതൊക്കെ അവളുടെ അർഹതയ്ക്ക് മുകളിലാണെന്ന് അവൾക്ക് തോന്നണം. അത് ഞാൻ ചെയ്യും. കൺഫേമായി ഭാർഗു, കൺഫേമായി. അല്ല, ഒരു വശത്ത് സീത എന്തോ നിന്റെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നത് പോലെയാണ് നിന്റെ സംസാരം. മറുവശത്ത് വജ്രം വൈഡൂര്യം എല്ലാം ചൊരിയൊന്നും സംസാരം. കൺഫേം ചെയ്തു ഭാർഗു, നിനക്ക് വട്ടാന്നുള്ള കാര്യം ഞാൻ കൺഫേം ചെയ്തു കഴിഞ്ഞു. എനിക്ക് വട്ടില്ല, പക്ഷെ അവൾക്ക് പിടിക്കും. ഏയ് ഭാർഗു, ഒരു പാവപ്പെട്ട അമ്മയാടി ഭാർഗു അവള്. ആ പാവത്തിന് മുതലാളിമാരെ കാണുമ്പോ ഒരു പേടി തോന്നണം. അവളുടെ സ്റ്റാറ്റസിന് മുകളിലുള്ള വീട്ടിലേക്കല്ല വരാൻ പോകുന്നേ. അവള് ധരിക്കുന്ന വസ്ത്രം, കേൾക്കുന്ന വാക്ക്, അണിയുന്ന ആഭരണം, അതെല്ലാം തന്നെ അവളെ ശല്യപ്പെടുത്തണം. ഇതെല്ലാം അവളുടേതായാലും ഒന്നും കൈകാര്യം ചെയ്യാനാവാതെ അവളുടെ കയ്യിൽ വരുന്ന സ്വത്തുക്കളെല്ലാം എന്റെ കാലടിയിൽ ഏൽപ്പിച്ച് നിങ്ങളെ ഇവിടെ ശരിയാവൂന്ന് പറഞ്ഞ് അവൾ ഇവിടുന്ന് സ്ഥലം കാലിയാക്കണം. അങ്ങനെ നടക്കും. അത് സംഭവിച്ച പിന്നെ എന്റെ വഴിക്ക് നേരെ ആരും വരില്ല, അല്ലേ വിശ്വ? എനിക്കായിരിക്കും സർവാധികം. അതെ ഭാർഗു, അതെ. അല്ല, നീ പറഞ്ഞു വെച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ എനിക്ക് തന്നെ വട്ടുപിടിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവൾക്ക് വട്ടുപിടിക്കാതിരിക്കോ? തീർച്ചയായിട്ടും പിടിക്കും. വട്ടുപിടിക്കാൻ നിനക്കതിന് ബോധമുണ്ടോ വിശ്വ? അങ്ങനെ